ഹലോ, ഹാവ് എ നൈസ് ഡേ. എന്താ ചൂടിൻ്റെ കാഠിന്യം കണ്ടോ? എല്ലാവരും ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതിരുന്നാൽ ഡീഹൈഡ്രേഷനാണ്. നമ്മുടെ കളെല്ലാം പേരക്കയൊക്കെ കിങ്ങിണിയുടെ ആട്ടിൻപിട്ട ഇട്ടിട്ട് നല്ല പുഷ്ടിപ്പാണ് പേരയ്ക്കായ്ക്കൊക്കെ കണ്ടത്. അതുപോലെ എല്ലാത്തിനും നമ്മുടെ മാവ് ഒരു മൾട്ടി പർപ്പസാണ്. കരയുന്ന കുട്ടികൾക്ക് ഒരു താങ്ങും തണലുമാണ് ഈ മാവെന്ന് എനിക്ക് ഈ അടുത്ത ദിവസമാണ് മനസ്സിലായത്. ഒരു നെയ്ബർ കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നപ്പം ആ കുട്ടീനെ നോക്കുന്ന കുട്ടി എടുത്തുകൊണ്ട് ഈ മാവിനെ കാണിച്ചു. മാങ്ങ ഡാൻസ് ചെയ്യുന്നൊക്കെ കാണിച്ചു. അപ്പോൾ കുട്ടിയുടെ കരച്ചിൽ നിന്നു. അങ്ങനെ ഞാൻ വിചാരിച്ച മാങ്ങ അല്ല ഇത്, നാട്ടുമാങ്ങയല്ല, ഇത് മൂവാണ്ടനാണ്. 3 വർഷമായപ്പം കായ്ച്ചത് അതാണ്. മാങ്ങയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഏതായാലും ദൈവം നമ്മുടെ കഠിനാധ്വാനത്തിന് തരുന്ന ഫലങ്ങളല്ലേ ഇതൊക്കെ. അപ്പം സന്തോഷപൂർവ്വം നമിക്കുന്നു. എന്താണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ ഫലം ദൈവം, ഭൂമി, സൂര്യചന്ദ്രൻ എല്ലാവരും നമുക്ക് തരും എന്നുള്ളതാണ്. ചെറിയ മാങ്കൊലയൊക്കെ കണ്ടോ? മാങ്ങ വലുതാകട്ടെ. മൂവാണ്ടൻ മാങ്ങ പഴുത്താൽ നല്ലതല്ലേ. അപ്പോൾ കഠിനമായ വെയിലല്ലേ. പിന്നെ നമ്മുടെ ഒരാടൊക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ എന്ത് നല്ല ഗുണമാണ് ഉള്ളതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്കത്ര ബോധമൊന്നുമില്ലായിരുന്നു. അതിൻ്റെ ഗുണം എല്ലാം അറിയുന്നത് അച്ഛനമ്മമാർക്കല്ലേ. നമ്മൾക്കെന്തെന്ന് ഇതുങ്ങളെ തീറ്റാൻ കൊണ്ട് പഠിക്കാൻ പോകുമ്പം തീറ്റാൻ വെക്കുന്നതെന്നല്ലാണ്ട് വേറെ വിവരമൊന്നുമില്ലല്ലോ. ഇപ്പോഴാണ് മനസ്സിലായത് ഇവരെ കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട് എന്നുള്ളത്. നോക്ക്, നല്ല പേരയ്ക്ക ഇങ്ങനെ കായ്ച്ച് വരുന്നുണ്ട്. ഇത് കണ്ടോ? ഇത് പറിക്കാനായ പേരയ്ക്കയാണെന്ന് തോന്നുന്നു. എന്താ വലിപ്പം കണ്ട. ഇത് പഴുത്തു. ഇനി നിർത്തിയാൽ കേടായിപ്പോവും. ഇത് ഒന്ന് വിഹാന് കൊടുത്തു, ഒന്ന് ഞാൻ തിന്നു. ഇതൊന്ന് ദീപക്കിനിരിക്കട്ടെ. ദീപക്ക് തിന്നുമോയെന്നറിയില്ല. എനിവേ നല്ല അടിപൊളി പേരയ്ക്ക. അതൊക്കെ കിങ്ങിണിയുടെ ആട്ടിൻപിട്ടയിട്ടാൽ നല്ല പോലെ വളർന്നോളും. ഇത് വൈറ്റാണ്, അതിൻ്റെ തൊട്ടടുത്തുള്ളത് റെഡാണ്. അതിലും കായ വാരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇതൊക്കെ. ഏതായാലും വെരി ഗുഡാണ്. ഇത് ദീപക്കിന് കൊടുക്കാം, അവൻ തിന്നുന്നെങ്കിൽ. റോസേ, വേഗം പൂ കായ്ച്ച. അപ്പോഴാണ് ഓർത്തത് നിനക്കും കുറച്ച് ആട്ടിൻപിട്ട ഇട്ട് തരാം കേട്ടോ. നല്ല റോസ് ഫ്ലവർ വരും അപ്പം ചെടികൾക്കും വൃക്ഷലതാദികൾക്കും നടുന്ന എല്ലാത്തിനും ആട്ടിൻ കാഷ്ടം വളരെ നല്ലതാണ്. നല്ലൊരു മാനുവറാണ്. നല്ല കോസ്റ്റുമാണ് കേട്ടോ. പുറത്തുനിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ 1 കിലോയ്ക്ക് 100 രൂപയാണെന്ന് തോന്നുന്നു. ഞാനിന്നൊരാൾക്ക് ഒരു ഫ്രീ സെയിൽ എന്ന പോലെ, ഫ്രീ അല്ല എന്നാലും ഏറ്റവും വില കുറച്ച് ഫസ്റ്റ് സെയിലല്ലേ, ഒരു ചാക്ക് അങ്ങ് കൊടുത്തു, ഒരു സിമൻറ്റ് ചാക്ക്. അവർക്കപ്പം എന്തൊരു സന്തോഷമാണ്. പറഞ്ഞ് ധാരാളം ചെടികളുണ്ട് എനിക്ക്, അതിൽ കൊണ്ടുപോയിടാം, പിന്നെ വീട്ടിലെ പച്ചക്കറികൾക്കും എല്ലാം ഇടാം. ഈ പൈസയ്ക്കൊന്നും ആരും തരൂല്ല. ഞാൻ പറഞ്ഞു ഇത് ആദ്യമായിട്ടല്ലേ, ഫ്രീ ആയിട്ട് തന്നാന്ന് കൂട്ടിയാൽ മതി. ഇനി സെയിൽ ചെയ്യുമ്പോൾ 1 കിലോയ്ക്ക് ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ വെച്ച് കൊടുത്താലേ നമുക്ക് മുതലാവുള്ളൂ കഷ്ടപ്പാടിൻ്റെ എന്നൊക്കെ പറഞ്ഞു. 1 കിലോയ്ക്ക് 50 രൂപ വെച്ച് നമുക്ക് കൊടുക്കാം. ന്യായമായ വില അതല്ലേ. ഓരോരുത്തർ പാക്കറ്റിലായിട്ട് ഓരോ കിലോ കൊണ്ടുവരുന്ന കാണാം 60 രൂപയ്ക്കൊക്കെ. അപ്പോൾ താങ്ക് ഗോഡ്, നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾക്ക് അതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഇരിക്കട്ടെ. ഇത് എന്തു പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ,
കിങ്ങിണിയുടെ മകന് നേരം വെളുക്കുമ്പോഴേ പാല് കിട്ടാത്തതിൻ്റെ ആ വിത്ഡ്രോവൽ സിൻഡ്രോം കാണണം. പിന്നെ അവൻ രാവിലെ വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടും കുടിച്ചിട്ടില്ല. അവൻ പറയുന്നത് എനിക്ക് എൻ്റെ അമ്മേൻ്റെ പാല് തന്നാൽ മതി, എനിക്ക് വേറൊന്നും തരണ്ട എന്നാണ് അവൻ പറയുന്നത്. അവനെ അങ്ങനെ 6 മാസമാകാൻ പോകുന്നവൻ. ഇനി 2-3 മാസം പാല് കൊടുത്താൽ മതി എന്ന് എല്ലാവരും പറയുന്നു. പക്ഷെ അവൻ ഫുൾ പാല് കുടിച്ച് മതിച്ച് ശൂരപരാക്രമിയായി അങ്ങനെ വളരുകയാണ്. വിൽക്കാൻ അങ്ങനെ മനസ്സ് വരുന്നില്ല. അവനെ മാക്സിമം അങ്ങ് സഹിക്കുക നമ്മൾ. തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ